ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നത് ഇവിടെ ഒരു അടിപൊളി റോസ് ഗാർഡന് വന്നിട്ടുണ്ട്. റോസ് മാത്രമല്ല ഒരുപാട് ചെടികളുണ്ട്. എങ്കിലും റോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് നിന്ന് സ്റ്റക്കായി പോയെന്ന് തന്നെ പറയാം. എന്തുമാത്രം റോസാണെന്നറിയാമോ? അവിടെ എവിടെയായിട്ട് തോട്ടം പോലെ അങ്ങ് റോസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് ഏതൊക്കെ കളറാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോസൊക്കെ ഇനി വാങ്ങിക്കില്ലെന്ന് എത്ര വിചാരിച്ചാലും പിന്നെ ഇത് കണ്ടെഴുതോ വേറൊരു കളർ ഇതാണ്. ആ വീടും പരിസരം മൊത്തവും ചെടി കൊണ്ട് നടത്തിയിട്ട് പിന്നെയും കിടന്ന് ആക്രാന്തം കാണിക്കുക. അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്നെപ്പോലെ ചെടിപ്പിരാന്നുള്ള ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അവിടെ ഇവിടെ എല്ലാം നിന്ന് റോസും മറ്റു ചെടികളും ഒക്കെ വാങ്ങിക്കുന്ന ഇടിയായിരുന്നു, ഭയങ്കര തെള്ളായിരുന്നു. അപ്പം ഞാൻ കുറേ റോസൊക്കെ വാങ്ങിച്ചു, ഒരുപാടൊന്നും വാങ്ങിയില്ല. ഇത് നമ്മുടെ ബാംഗ്ലൂർ റോസ് തന്നെയാണ് കേട്ടോ. ഇതിന് 30 രൂപയുള്ളൂ റേറ്റ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇപ്പോൾ നല്ല ഫ്ലവറായിട്ടല്ലേ നിൽക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ 1-2 പൂക്കളൊക്കെ ഉണ്ടാകും. പിന്നെ പതുക്കെ ചെടിയുടെ ചുവട്ടിൽ അങ്ങോട്ട് ഉണക്കം വെക്കും. അപ്പം ഞാൻ വേറെ കുറേ ചെടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അതിതാ പുള്ളിക്കാരിയിടയിലുണ്ട്. അവരിവിടുത്തെ സ്റ്റാഫാണ്. ഒരു ബില്ലടിക്കാൻ വേണ്ടി എൻ്റെ ചെടിയും കൊണ്ട് പോവുകയാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ റിപ്സാലിസ് എന്ന് പറയുന്ന ചെടിയാണ്. ഓൺലൈനിൽ പലപ്പോഴും ഞാനത് തിരക്കിയിരുന്നു. വളരെ ചെറിയ തൈകൾക്ക് തന്നെ നല്ല റേറ്റായിരുന്നു. പക്ഷേ ഇവിടെ അത്യാവശ്യം വളർന്ന ചെടികൾക്ക് 250 ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടപ്പോഴേ ഞാനതങ്ങ് വാങ്ങി. നല്ല ഭംഗിയല്ലേ അതിൻ്റെ റെഡ് കളറിൻ്റെ ലീവ്സ് കാണാനായിട്ട്. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് റോസുകൾ, പക്ഷേ ഇത് നല്ല വലുപ്പമുള്ള ചട്ടികളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല റേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് പറഞ്ഞാൽ 350, പിന്നെ ചില ചട്ടികൾക്ക് 450. പിന്നെ നമുക്ക് നിസ്സാരമായിട്ട് മേടിക്കാൻ പറ്റിയത് ഞാൻ നോക്കിയിട്ട് ഈ ബാംഗ്ലൂർ റോസ് മാത്രമേ ഉള്ളൂ, 30 രൂപയുള്ളൂ. പക്ഷേ അധികം കാലം നിൽക്കില്ല എന്നൊറ്റ ഒരു കുഴപ്പമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ പല കളറ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ടെന്ന് എത്ര വിചാരിച്ചാലും നമ്മൾ മനസ്സ് സമ്മതിക്കില്ല. അയ്യോ നമുക്ക് ആ കളറില്ലല്ലോ ഈ കളറില്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയെല്ലാം ആന്തൂര്യത്തിൻ്റെ ചെറിയ പോട്ടുകളിൽ ഇങ്ങനെ ചെടി വെച്ചേക്കാണ്. അങ്ങനെയുള്ള ചെടിയൊക്കെയാണ് കേട്ടോ ഇവിടെ. ഈ പിന്നെ ഇത് ഫെലനോപ്സിസ് അല്ലേ പൂത്തിക്കത്. ടെൻഡ്രോബി അധികം അങ്ങനെ കണ്ടില്ല. ഫെലനോപ്സിസിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ടെൻഡ്രോബി ഇപ്പോൾ എനിക്കൊന്ന് പൂക്കൾ അങ്ങനെ കുറയുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ. അതെ. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. കുറേ സമയമൊക്കെ അതിനകത്ത് നിന്ന് കുറച്ച് വളങ്ങളൊക്കെ നോക്കി വന്നു മേടിച്ചോട്ട് പോരും. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അതിനുള്ള ശ്രമമാണ്. അപ്പോൾ ചെടി കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ നമ്മുടെ റിപ്സാലിസ് പ്ലാന്റ് അങ്ങ് നട്ടിരുന്നു. പിന്നെ 1-2 എണ്ണം കൂടെ വേറെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, അതൊക്കെ നടണം. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ റോസാണ്. അത് ഞാനൊരു 3 കളർ എടുത്തിരുന്നു. ഒരു യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കമ്പ് ഇങ്ങനെ പൂവുണ്ടല്ലോ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ തണ്ട് ഒടിഞ്ഞു വന്നു. അത് കാരണം ഞാനതങ്ങ് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ബില്ലടിക്കാൻ നേരം ഈ 2 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഞാനെടുത്ത് ഈ ഒരു പ്ലാന്റാണ്. ഇതിന് 100 രൂപയായുള്ളൂ വില. ഇതിൻ്റെ പേര് മിഡീനിയോ എന്നാണ്. നമ്മുടെ മുന്തിരിക്കൊലയൊക്കെ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നില്ലേ, ഒരു പിങ്ക് കളറിൻ്റെ, അതാണ്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നടാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ പെറ്റൂണിയയുടെ ഒരു ഡിസൈൻ ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് വയ്ക്കുക. ശരിക്കും പടം വരച്ച് വെച്ച പോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ നമ്മുടെ ഇവിടെ വിരിയുന്ന പെറ്റൂണിയ ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ചട്ടിയിലും പൂക്കൾ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. എന്തൊക്കെ ആകൃതിയിലാണ് അതിൻ്റെ പൂക്കൾ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിൻ്റെ സീഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പാകി കിളിപ്പിക്കുമ്പോൾ അറിയാം അടുത്ത ചെടി എങ്ങനെയൊക്കെ ആകുമെന്ന്. എന്താണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂക്കൾ വരയ്ക്കുന്ന അതേ ഭംഗിയിലാണ്. ഒരുപാട് കളറുകളുണ്ടെങ്കിലും ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത തോന്നും. പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം എന്താ അവിടെ ഇങ്ങനെ പൂവായി വരുന്നുണ്ട്. എന്തോ ഡെൻഡ്രോബിയത്തിനിപ്പോൾ പൂവിടാനായിട്ട് ഭയങ്കര മടിയാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. വളമൊക്കെ കൊടുക്കുന്നുണ്ട്, ഗ്രീൻ കെയറൊക്കെ കൊടുത്താണ്. പക്ഷേ എന്തോ വളർച്ച അങ്ങോട്ട് കുറവ്, പൂക്കളിടാനായിട്ട് താമസം. പിന്നെ ഓരോ ചെടികൾക്കും ഓരോ സീസൺ ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് ടെൻഡ്രോബിയത്തിൻ്റെ ആ ഒരു ഫ്ലവറിങ് സീസൺ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇനി അതൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കണം. പിന്നെ നമ്മുടെ റോസുകളെ കുറച്ചെണ്ണത്തിനെ ഒന്ന് കട്ട് ചെയ്ത്, പൂക്കൾ കരിഞ്ഞ് വരുമ്പോഴേ നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ചില റോസുകൾക്കുണ്ടല്ലോ, നമ്മൾ എത്ര കാലം വളർത്തിയാലും ഒരു കുഴപ്പമില്ല നിൽക്കുന്ന ഓരോ റോസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇനത്തിൽപ്പെട്ടാണ്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഇതിനെ ഒന്ന് മരമാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊരു കമ്പൊക്കെ കുത്തി ഇങ്ങനെ കൊടുത്തിട്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് അങ്ങ് നിർത്തി. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ആ കളർ തന്നെയാണെങ്കിലും ഈ ഒരു റോസിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പൂക്കൾക്കും വ്യത്യാസമുണ്ട്,
പിന്നെ ചെടിയാണെങ്കിൽ ഇങ്ങനെ പടർന്ന് വളരുന്നവയാണ്. ഇതിങ്ങനെ പടർന്ന് വളരുന്നതായതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ ഇത് കണ്ടോ കുറച്ചുകൂടി ഇങ്ങനെ അങ്ങ് പടരുന്ന കണ്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിലത്ത് നിൽക്കുവാണെങ്കിൽ നല്ല രസമായിരുന്നേന്, നല്ല കുറ്റിച്ചിങ്ങനെ പടർന്ന് നിറച്ച് പൂവായിട്ട് നിന്നേന്. ഈ ഒരു റോസിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ കിഴക്ക് പ്രദേശങ്ങളിലൊക്കെ ഇത് നല്ല വളർച്ചയിലെത്തിയിട്ട് നിറച്ച് പൂവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പേരെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു റോസാണിത്. അപ്പോൾ നമ്മളിതിനെ ചട്ടിയിൽ വെച്ചുകൊണ്ടായിരിക്കും ഒത്തിരി അങ്ങോട്ട് വളർച്ച അങ്ങോട്ട് ആകുന്നില്ല. എങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ, ഡെയിലി പൂ ഉണ്ടാകുന്ന ഒരു റോസാണ്. പിന്നെ ഞാൻ അതിൻ്റെ കമ്പുകളൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്തു. ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ കമ്പ്. അതുകൊണ്ട് നമുക്ക് നടാനൊന്നും പറ്റില്ല. പിന്നെ ഇത് കമ്പ് വെച്ച് കിളിപ്പിക്കാവുന്ന റോസുമാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള റോസിൻ്റെ പോട്ടിങ്ങിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഈ ഒരു പൂവും കണ്ടോ ഒടിഞ്ഞു പോയി. ഇത് വാങ്ങിച്ചപ്പോൾ വേറൊരു കളറായിരുന്നു. അപ്പം ഞാനിവിടെ പോട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കയിൽ കുറച്ച് മണ്ണൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണേ. അപ്പം ഇത് കഴിഞ്ഞ ദിവസം വേറൊരു ചെടി നടാനെടുത്ത് വെച്ചിരുന്ന മണലാണ്. അതിനകത്ത് കുറച്ച് വളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാംഗ്ലൂർ റോസിനെ അറിയാലോ, നമ്മൾ എങ്ങനെയൊക്കെ നട്ടെന്ന് പറഞ്ഞാലും അധികം ആയുസ്സൊന്നും ഉള്ള ചെടിയല്ല. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച റോസുകളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ നട്ടാൽ വെറുതെ മണ്ണിൽ കൊണ്ട് നട്ടാലും അവയൊക്കെ ഒത്തിരി നാൾ നിൽക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു റോസൊക്കെ കിട്ടിയിട്ട് കുറേ വർഷങ്ങളായതാണ്. പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ റോസ് നമ്മൾ കുറേ ശ്രദ്ധിച്ചിട്ട് വേണം നടാനും. നട്ടാലും കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ഇപ്പം ഈ ഒരു വർഷം ഞാൻ നട്ട് കുറേ പൂവൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ വലിയൊരു മഴ സീസൺ ആകുമ്പോൾ അത് പോകും, അതല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു വർഷമൊക്കെ നിന്നിട്ട് പതുക്കെ അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കറുപ്പ് കയറി വന്നിട്ടാണ് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂർ റോസ് വളർത്തുന്നവർക്ക് അറിയാമായിരിക്കില്ല. ഇത് നമ്മൾ സാധാ ബഡ് റോസ് എന്ന് പറയാം അതിന്. കാരണം ബഡിൽ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ചുറ്റിക്കെട്ടിയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. ആ പ്ലാസ്റ്റിക് അഴിച്ച് വിട്ടിട്ട് നടുവാണെങ്കിൽ കുറച്ചുകൂടി ചെടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ ദേ ഇവിടെ പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കി നമ്മൾ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമാണ് കേട്ടോ, ചാണകപ്പൊടി കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കുറച്ച് കരികിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാല സമയം ആകുമ്പോൾ നമുക്കുടെ മണ്ണ് ഇങ്ങനെ കുറച്ചൊന്ന് നന്നായിട്ട് വരട്ടെ, ദിവസമായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ മഴക്കാലം തുടങ്ങും. അപ്പോഴാണെങ്കിൽ ഈ മണ്ണെല്ലാം കൂടി ഭയങ്കരമായിട്ട് അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ട്, ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ട് നല്ലൊരു പോട്ടി മിക്സായിട്ട് അതിനകത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റോസിനെ നമുക്ക് വേരോടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യമേ നടാൻ പോകുന്നത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ റോസിന് കൊടുക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നട്ടു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ സാധാരണ ചുമ്മാ മണ്ണ് കൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നത് ഇത് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ടൊക്കെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും പൊട്ടിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കളഞ്ഞിട്ട് ചെടി ഇറക്കി വെച്ചു. ഇനി നമ്മുടെ പഴയ മണ്ണ് തന്നെ ഇതിനകത്ത് കുറച്ചിട്ട് വെക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെടി നിന്ന് പൂക്കിട്ട് നമുക്ക് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മിഡീനെ വളർത്തുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് വെയിലത്താണോ വെക്കേണ്ടത് അതോ തണലത്താണോ വെക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലോ, നമ്മുടെ റോസിനെ നടുക എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബാംഗ്ലൂർ റോസൊക്കെ നടുന്നത് ഞാൻ പലവട്ടും മറ്റാദ്യമൊക്കെയുള്ള വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ചാനലിലൊക്കെ ഉണ്ടല്ലോ ബഡ് റോസ് നടുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്കത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഒരു നല്ലൊരു കളറാണ് കേട്ടോ. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗബാധ കുറവുള്ള റോസാണ്. ഇതെടുത്ത് നട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ പല റോസുകൾ ഇപ്പോൾ വെള്ള, മഞ്ഞ, അല്ല ചുവപ്പ്, അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴും ഈ ഒരൊറ്റ കളറിൻ്റെ റോസ് മാത്രം നമ്മുടെ കൈ കാണും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പം ബഡ് റോസ് എടുക്കുന്നവർ ആ ഒരു കളർ എടുക്കുകയാണെങ്കിൽ കുറച്ച് മറ്റുള്ള റോസിനെക്കാട്ടി കുറച്ചുകൂടി കാലാവധി കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ്. പിന്നെ നന്നായിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ ദിവസവും നിറച്ച് പൂക്കുണ്ടാവും. ഒരുപാട് എണ്ണം ഉണ്ടാകും കേട്ടോ.
ഇപ്പോൾ മറ്റുള്ളതിലൊക്കെ 1-2 പൂക്കളൊക്കെ ഉള്ളതെങ്കിൽ ഈ ഒരു റോസിൽ എന്ന് പറഞ്ഞാൽ കുറേ പൂക്കളുണ്ടാകും. പിന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ കൊലയായിട്ട് വന്നിട്ട് നിറച്ച് നല്ല വലിയ പൂക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു റോസ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പുണ്ടായിരുന്നു, പോയി അവിടെ വീണ്ടും വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ബോട്ടി മിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടി മിക്സിനകത്ത് ഞാൻ മെയിനായിട്ട് റോസിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളിത്തൊലി, പിന്നെ മുട്ടത്തോട്, പിന്നെ പഴത്തൊലി, പിന്നെ നമ്മുടെ തേയിലയുടെ ഇതുണ്ടല്ലോ ചപ്പ് തേയില, അതാണ്. അത്രയും സാധനം കൊടുത്തിട്ടാണ്. പിന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്കും, ഇത്രയും കൊടുത്തു നമ്മളിത് ഇവിടെ മണ്ണ് ചട്ടിയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റോസിനെ നമുക്ക് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത് അതുപോലെ തന്നെ കേട്ടോ, മണ്ണ് കണ്ടോ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ ഇത് കുറേ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഈ റോസ് അങ്ങ് പോകും കണ്ടോ. ഇതിൻ്റെ ചുവട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം തന്നെ ഇത് കറുത്ത് ഒരു പരുവായിട്ടുണ്ട്. പിന്നെ കഴിയുന്നത് നമ്മൾ ഈ ചെടി ഒത്തിരി നാളൊക്കെ നഴ്സറി വെച്ചിട്ടുള്ള ചെടികൾ കഴിയുന്നത് വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പൂവൊക്കെ പിടിച്ചാലായി, അല്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ ചുവട് നമുക്ക് മനസ്സിലാകത്തില്ല. ചുവടിങ്ങനെ ഈ കട്ട പിടിച്ച മണ്ണിനകത്തായതുകൊണ്ട് തന്നെ ചുവട് കറുത്ത് വരുന്നത് നമ്മൾ അറിയുകയില്ല. ആ ചുവടിൻ്റെ കറുപ്പ് നമ്മൾ ഈ ചെടി ഇപ്പോൾ ചട്ടി വെച്ചാലും പതുക്കെ വീണ്ടും അതിങ്ങനെ കറുത്ത് വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടത് കൊണ്ട് സാഫോ മറ്റുള്ള കാര്യങ്ങളോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇതിനകത്ത് സാഫ് എൻ്റെ ചുവട്ടിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ വേരുകൾക്കും പിന്നെ അതിൻ്റെ ചുവടിനുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും. എങ്കിലും നമുക്ക് കുറച്ച് ദിവസം നോക്കാം ഇതെങ്ങനെയുണ്ട്, ശരിയായി വരുമോ എന്ന്. പിന്നെ ഒരു പൂ അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു, ദേ കണ്ടോ. ഈ പൂവിനൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂവിൻ്റെ കളറും ഈ പൂവിൻ്റെ വലിപ്പമൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഈ റോസ് വീണ്ടും വാങ്ങിച്ചു പോകുന്നത്. പിന്നെ ഞാനിത് വാങ്ങിച്ച് കൊണ്ടുവരുന്നതിന് മുന്നായിട്ട് പലരും അവിടെ നിന്ന് പറയാൻ തുടങ്ങിയായിരുന്നു, ഈ റോസ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഇത് പെട്ടെന്ന് പോകും ചെടി അങ്ങ് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ നമ്മൾ വെട്ടി നിർത്തിയ ഈ ഒരു മരത്തിൽ കൊണ്ടുവന്ന് അതിനെ കൊണ്ട് ഫിറ്റ് ചെയ്തു. അതിനെ അങ്ങ് കളയാൻ എനിക്കൊരു വിഷമം. പിന്നെ ഞാൻ നമ്മുടെ റോസിനെയൊക്കെ ഇവിടെ കുറേ റോസ് വെച്ചിരിക്കുന്ന ഭാഗമുണ്ട്, അവിടോട്ട് കൊണ്ടുവന്ന് പുതിയ റോസിനെ കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ അധികം വെയിലും വേണ്ട, എന്നാൽ വെയിൽ തീരെ ഇല്ലെങ്കിലും റോസ് പൂക്കത്തുമില്ല, വലിയ വളർച്ച ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ഈ റോസിനൊക്കെ ഇപ്പോൾ അധികം അങ്ങോട്ട് വെയിൽ കിട്ടുന്നില്ല. എങ്കിലും ഇനിയിപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു വെയിലൊക്കെ ആയിക്കോളേന്. അപ്പോൾ അതിനെല്ലാം അവിടെ വെച്ചു, എല്ലാത്തിനും നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോസിനെയൊക്കെ ഞാനിങ്ങനെ അടുപ്പിച്ച് വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളപ്രയോഗമൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് പൂത്ത് വയ്ക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റോസിൻ്റെ ചട്ടികളൊക്കെ കഴിയുന്നതും കുറേ കൂട്ടമായിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ വേറെ മുൻവശത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെയാണ് ബാക്കി റോസിന് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ ഭാഗത്താണ്. അങ്ങനെ പലതായിട്ടാണ് കേട്ടോ. നമുക്കിവിടെ റോസ് എല്ലാം കൂടെ ഒന്നിച്ച് സെറ്റ് ചെയ്യാനൊന്നുള്ള സ്ഥലമുണ്ട്, പക്ഷെ വെയിൽ കിട്ടുന്ന സ്ഥലമില്ല. കൂടുതലും ഇങ്ങനെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടില്ലേ, മരത്തിൻ്റെ ഇങ്ങനെ ചില്ലകളും കൊമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റോസ് എന്ന് പറയുമ്പോൾ നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് വളം കൊടുത്താലും എന്ത് നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കി കൊടുത്താലും റോസ് നല്ലതായിട്ട് ഫ്ലവർ വരണമെന്നുണ്ടെങ്കിൽ നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇനി അടുത്തതായിട്ട്. ഇതിപ്പോൾ കുറച്ചൊരു വെയിൽ കിട്ടുന്ന ഭാഗമാണ് കേട്ടോ. ബാക്കിയുള്ള റോസിനൊക്കെ ഇവിടെ നിന്നിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി സൺലൈറ്റ് ഉണ്ടെങ്കിലാണ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പം നല്ല ഇപ്പോൾ ഓരോ വീടിൻ്റെയൊക്കെ മുറ്റത്ത് കണ്ടിട്ടില്ലേ, രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല വെയിൽ കിട്ടുന്നിടം. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് വേണം ഇത്തിരി റോസൊക്കെ അങ്ങോട്ട് നടാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ റോസൊക്കെ അങ്ങോട്ട് കൊണ്ട് വാങ്ങിച്ച് വെച്ചാൽ എന്താണേലും ഇതുപോലെ നമുക്ക് സെറ്റൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കാലാവധി കുറവായിരിക്കും മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ അടിപൊളി റോസുകളൊക്കെ ഇവിടെ കണ്ട് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടം തോന്നി. പക്ഷേ പലതും വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല, കുറേയൊക്കെ വാങ്ങിച്ചു, അവയൊക്കെ നമ്മൾ നട്ടുവെച്ചു. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ. നിങ്ങൾ റോസൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ.